സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും ഞാൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ നല്ല ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. നമ്മൾ ഓരോ വീഡിയോയും കൊണ്ടുവരുമ്പോഴും ഒന്ന് ചെയ്തു നോക്കി അത് ഓക്കെ ആണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. എനിക്കത് വിശ്വാസമായി, കുഴപ്പമില്ല, ഓക്കെ ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ. സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ പണികൾ തീർക്കാനുള്ള ഐഡിയാസുകളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ചെയ്തു നോക്കുക, അഭിപ്രായം പറയുക. ആദ്യമായിട്ട് നമ്മൾ ഇതുപോലെ പുറത്തുനിന്ന് കൂൾ ഡ്രിങ്ക്സൊക്കെ മേടിച്ച് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പം അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ നല്ല തണുപ്പുണ്ടാവും, ചിലത് നല്ല തണുപ്പില്ലാത്തതും ഉണ്ടാവുമല്ലോ. അപ്പം ഇതുപോലെ ടിഷ്യൂ എടുത്തിട്ട് കയ്യിലൊന്ന് വെള്ളം നനച്ചതിന് ശേഷം അത് നല്ലതുപോലെ ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. എൻ്റെ ഫ്രീസർ ഫുള്ള് സാധനങ്ങളാണ്, അതൊന്നും നോക്കണ്ട. അപ്പം ഞാൻ 2 മിനിറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട തണുപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പെട്ടെന്ന് തണുത്ത് കിട്ടും. ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണ്. അടുത്തതായിട്ട് നമ്മൾ കണ്ണട വെക്കാത്തതായിട്ട് ഇപ്പോൾ ആരുമില്ല, എല്ലാവരും കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് കണ്ണട വെക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇത് വെക്കുന്നതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളൊന്ന് താഴോട്ട് നോക്കിയാൽ അത് ഊർന്ന് താഴോട്ട് പോകുക. നമ്മൾ അടിച്ചു വാരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പല പണികളും എടുക്കുമ്പോഴോ ഒന്ന് കുമ്പിട്ടാൽ മതി, അത് താഴോട്ട് പോകും. ഭയങ്കര അസ്വസ്ഥതയുള്ളൊരു കാര്യമാണത്. അപ്പോൾ അത് ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഇതുപോലെ 2 റബ്ബർ എടുക്കുക. റബ്ബർ എന്ന് പറയുന്നത് മുടി പൊട്ടിപ്പോകാത്ത റബ്ബറില്ല, അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഇത് മറ്റേത് നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് ഞാൻ കാണിച്ചു തരുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇങ്ങനെ റബ്ബർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്ന് പോലും അനങ്ങാതെ അത് നല്ല ടൈറ്റായിട്ട് ഇരിക്കും. താഴോട്ട് നമ്മൾ കുമ്പിട്ട് അടിച്ചു വാരിയാൽ പോലും താഴോട്ട് വരില്ല, നല്ല ടൈറ്റായിട്ടിരിക്കും. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം. ഈ ഒരു അളവുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. 1 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇത് ഒരു തരി പോലും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന നമ്മളുടെ ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് എൻ്റെ ഒരു വീഡിയോയിൽ, ബാത്റൂം കഴുകുന്ന വീഡിയോയിൽ ഞാൻ ഈ ഒരു ലിക്വിഡ് എടുത്തപ്പം എല്ലാവരും ചോദിച്ചു, 2-3 പേര് എന്നോട് ചോദിച്ചിരുന്നത് ഏത് ലിക്വിഡാണ്. ഇവിടെ കുടുംബശ്രീക്കാർ വിൽക്കുന്ന ഒരു ലിക്വിഡാണ് കേട്ടോ. ഇത് എല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാനൊരു 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഈ ഒരു മിശ്രിതത്തിലേക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഉള്ള കാര്യം, നമ്മളുടെ ബേക്കിംഗ് സോഡ പതഞ്ഞ് അതിൻ്റെ എഫക്റ്റ് ഒന്നും പോകാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ എല്ലാ ക്വാണ്ടിറ്റിയും കൂട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ലിക്വിഡാണ് കേട്ടോ. നമുക്കിപ്പം എന്താണ് പറയുക, മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാലും അതുപോലെ നമ്മൾ സിങ്കൊക്കെ കഴുകുമ്പോഴും നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലും ഇല്ലാതെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു ഇത്തിരി ഉണ്ടാക്കി കാണിച്ചത്, ഓൾറെഡി ഞാൻ ഉണ്ടാക്കി കുറേ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് മാത്രം കാണിച്ചു തന്നത്. ഇത് മീൻ പൊരിച്ച ഒരു പാത്രമാണ്. ഒരിക്കലും നമ്മൾ സിങ്കിലേക്ക് നമ്മളുടെ എണ്ണ ഒഴിക്കരുത്. ഇത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഇത് സ്റ്റിക്ക് ചെയ്യാൻ തുടങ്ങിയ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രമാണ് കേട്ടോ. നല്ലപോലെ അത് അടിപിടിച്ച് ഇരിക്കുന്നുണ്ട് മീൻ പൊരിച്ചിട്ട്. അപ്പം നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് നമ്മൾ സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതൊന്ന് ഉരച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആകും. ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മെഴുക്കുള്ള പാത്രങ്ങൾ, കരിയുള്ള പാത്രങ്ങൾ, സിങ്ക് കഴുകാൻ, അങ്ങനെ പല ഉപയോഗത്തിനും ഈ ഒരു ലിക്വിഡ് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. നമ്മളൊരു 3-4 ദിവസം കൂടുമ്പോൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് സിങ്കൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ മുറിക്കുന്ന, മത്തിയൊക്കെ വാങ്ങുന്ന ദിവസങ്ങളിൽ വളരെയധികം സ്മെല്ലുണ്ടാവില്ലേ, ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് നമ്മളുടെ സിങ്കൊക്കെ കഴുകിക്കഴിഞ്ഞാൽ
യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ഫിഷും മീറ്റൊക്കെ വാങ്ങുന്ന ദിവസം കണ്ടില്ല, ഒരു തരി പോലും മെഴുക്കോ ഒരു കറയോ ഒന്നുമില്ല. അതുപോലെ നമ്മൾ ബാത്റൂം കഴുകുമ്പോൾ ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഒരു എന്താ പറയുക, നല്ല വെട്ടിത്തിളങ്ങുമെന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ ബാത്റൂമിലുള്ള ബക്കറ്റുകളൊക്കെ കഴുകാൻ വളരെ നല്ല ഉപയോഗപ്രദമായ നല്ലൊരു ടിപ്പാണ് കേട്ടോ. അടുത്തായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തിളക്കുന്നതിന് മുമ്പ് ഒരു സാധനം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കംഫർട്ട് ഒരു കപ്പ്, കാലിന് താഴെ വളരെ കുറച്ച്, ഒരു ടേബിൾ സ്പൂൺ കംഫർട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് എന്നിട്ട് നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കണം. ഈ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നു, ബിരിയാണി കാര്യങ്ങൾ കുറേ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ വീട് മൊത്തം ആ ഒരു സ്മെല്ലായിരിക്കും. ഇത് നമ്മൾ വെച്ച് നല്ലതുപോലെ വെട്ടിത്തിളപ്പിക്കുമ്പോൾ ഈ തിളക്കുന്ന ആ ഒരു സ്മെല്ല് വീട് മൊത്തം നല്ലൊരു എന്താ പറയുക, ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ കംഫർട്ടിൻ്റെയും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുക, മീനൊക്കെ പൊരിക്കുന്ന സമയത്താണെങ്കിലും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. അതുപോലെ ഈ ഒരു വെള്ളം നിങ്ങൾ കളയേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ രാത്രി കിടക്കുമ്പോൾ കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ ഇതുകൊണ്ട് ഒന്ന് തുടച്ചിട്ട് നമ്മൾ കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമ്പും കൂടെ ചേർത്തത് കൊണ്ട് അതിൽ നമ്മൾ ഉറുമ്പോ പാറ്റയോ പല്ലിയോ ഒന്നും നമ്മളുടെ ഗ്യാസിൻ്റെ സൈഡിൽ നമ്മൾ ഇത് എവിടേക്കാണോ തുടയ്ക്കുന്നത് അവിടെയൊന്നും ഇതിൻ്റെ ശല്യമേ ഉണ്ടാവില്ല കേട്ടോ. അതുമല്ല നല്ലൊരു സ്മെല്ലായിരിക്കും വീട് മൊത്തം. നല്ല രാവിലെ നമ്മൾ കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയിരിക്കും. അത്ര ക്ലീനായിട്ട് കിട്ടും. അതുപോലെ അതിൻ്റെ സ്മെല്ലാണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, അത്ര നല്ല സ്മെല്ലാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഇത്രയും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കെങ്കിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ, ബാഡ് സ്മെൽ ഉണ്ടാവുമോ എന്നുള്ള, നമ്മൾ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് മസ്റ്റായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു കിഡിലിനായിട്ടുള്ള ഒരു ടിപ്പാണ്. ആ ഒരു ലിക്വിഡ് കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്താൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും, നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമ്പും കൂടി ഉള്ളതുകൊണ്ട് പാറ്റ പല്ലി ഉറുമ്പ് ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വീട് മൊത്തം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, അഭിപ്രായം പറഞ്ഞിരിക്കണം നിങ്ങൾ കമൻറ്റ് വഴി. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ തുടക്കുന്ന സമയത്തും ഈ ഒരു ലിക്വിഡ് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ വീട് തുടക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അഴുക്കൊക്കെ നല്ലതുപോലെ പോയി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കംഫോർട്ട് കൊണ്ട് ഗ്രാനൈറ്റ് ആണെങ്കിലും ടൈലാണെങ്കിലും തുടക്കുമ്പം നല്ല ഗ്ലേസിങ്ങും കിട്ടും. അതുപോലെ തന്നെ വെയിൽ, നമ്മൾ പുറത്തുള്ള ഗ്രാനൈറ്റൊക്കെ വെയിൽ കൊള്ളില്ലേ, ആ വെയിൽ കൊള്ളുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ ആ പോളിഷൊക്കെ പോയത് നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു വെള്ളപ്പാടും ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം സുഖങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.